ഞങ്ങൾ തലമുറകളായിട്ട് നെൽകർഷകരാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മകളൊക്കെ എല്ലാം നെല്ല് വിതയ്ക്കലിൻ്റെയും കൊയ്ത്തുപാട്ടിൻ്റെയും ഒരു താളമാണ് മനസ്സിലുള്ളത്. ആദ്യകാലങ്ങളിൽ മില്ലുകാരാണ് നെല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാഭത്തിന് വേണ്ടി വഴിവിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് എൻ്റെ അച്ഛനെതിരായിരുന്നു. കലപ്പയെടുത്തപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞത് അത് തന്നെയാണ്. പിന്നെ വിത്തിട്ട് നോക്കി വളർത്തുന്ന ഓരോ കതിരും എനിക്ക് എൻ്റെ കുട്ടികളെ പോലെയായിരുന്നു. അതുകൊണ്ട് വിളകളുടെ സംരക്ഷണത്തിനായി ഞാൻ തിരഞ്ഞെടുത്തത് ശാസ്ത്രീയമായി IPM രീതിയാണ്. സുരക്ഷിതമാണെന്ന് ഗവൺമെൻറ് അംഗീകരിച്ച കീടനിയന്ത്രണത്തിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അതായത് പുകയില കഷായം, മണ്ണിര കമ്പോസ്റ്റ്, ജീവാമൃതം, പഞ്ചഗവ്യം, ഇങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പല കർഷകരും എന്നോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. അത് ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പോഴാണ് IPM രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരെ തേടി WOസിൻ്റെ ആളുകൾ എത്തിയത്. അവർ കൃഷിയിടം കണ്ടു, രീതികൾ നിരീക്ഷിച്ചു. അതിനുശേഷം കരാറെഴുതി ഒപ്പിട്ടു. 371 ടെസ്റ്റുകൾ ചെയ്യുന്നതിനാൽ ഗവൺമെൻറ് അംഗീകൃത മാർഗങ്ങൾ മാത്രമേ കീടനശീകരണത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു അവരുടെ കണ്ടീഷൻ. മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് അവർ ഞങ്ങളിൽ നിന്ന് നെല്ല് സംഭരിച്ചത്. അതിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 50% തവിടോടുകൂടിയാണ് ഈ IPM വെടിമട്ട ആളുകളിലേക്ക് എത്തുന്നത് എന്ന് കേട്ടപ്പോൾ പിന്നെയും സന്തോഷം. ഞങ്ങളുടെ മക്കൾ മാത്രം ആരോഗ്യം തരുന്ന തവിടുള്ള നല്ലരി കഴിച്ചാൽ പോരല്ലോ. എല്ലാ മക്കളും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. WOS IPM വെടിമട്ട, നന്മ വിളമ്പാം, നല്ലത് കഴിക്കാം.